പ്രിയപ്പെട്ട കുട്ടികളെ, AKSTU ജനയുഗം സഹപാഠി അറിവുത്സവം 2025 സീസൺ 8 HS വിഭാഗം ഉപജില്ലാ തലത്തിൽ ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് HS വിഭാഗത്തിലെ ചോദ്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചോദ്യത്തിലേക്ക് കടക്കാം. കൂമൻകാവിൽ ബസ് ചെന്ന് നിന്നപ്പോൾ ആ സ്ഥലം രവിക്ക് ഒട്ടും അപരിചിതമായി തോന്നിയില്ല. മലയാള ഭാഷയ്ക്ക് പുതുചൈതന്യം നൽകിയ ഒരു നോവലിൻ്റെ തുടക്കവാചകമാണിത്. ഏത് നോവലാണ് ഇങ്ങനെ തുടങ്ങുന്നത്? ഉത്തരം ഖസാക്കിൻ്റെ ഇതിഹാസം. രണ്ടാമത്തെ ചോദ്യം, കേരള തീരത്ത് 2025 മെയ് 24 അപകടത്തിൽപ്പെട്ട MSC എൽസ 3 എന്ന കപ്പലിൽ നിന്ന് കാൽസ്യം കാർബൈഡ് അടങ്ങിയ 13 കണ്ടെയ്നറുകൾ കടലിൽ വീണത് ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ കമ്പനിയായ MSCയുടെ ആസ്ഥാനം ഏത് രാജ്യത്താണ്? ഉത്തരം സ്വിറ്റ്സർലാൻഡ്. മൂന്നാമത്തെ ചോദ്യം, കീടനാശിനികൾ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്ക് ലോക ശ്രദ്ധ പതിഞ്ഞത് 1962 പ്രസിദ്ധീകരിച്ച നിശബ്ദ വസന്തം സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതിയിലൂടെയാണ്. അമേരിക്കയിൽ കൃഷി ആവശ്യങ്ങൾക്ക് DDT ഉപയോഗിക്കുന്നത് നിരോധിക്കാൻ കാരണമായത് ഈ പുസ്തകം വളർത്തിയ അവബോധമാണ്. ആരാണ് ഇതിൻ്റെ രചയിതാവ്? നിശബ്ദ വസന്തം എന്നത് എഴുതിയത് ആരെന്നാണ് ചോദ്യം. ഉത്തരം റേച്ചൽ കേഴ്സൺ. നാലാമത്തെ ചോദ്യം, റഹീമിൻ്റെ മകൻ്റെ മകനാണ് റിയാൻ. 4 വർഷം മുമ്പ് റഹീമിൻ്റെ വയസ്സ് റിയാൻ്റെ വയസ്സിൻ്റെ 11 മടങ്ങായിരുന്നു. ഇപ്പോൾ അത് 7 മടങ്ങാണ്. എങ്കിൽ റിയാൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഉത്തരം 10. അടുത്ത ചോദ്യം, മരുഭൂമിയിലകപ്പെട്ട ഒരു മനുഷ്യൻ്റെ ദുരിത ജീവിതമാണ് ബെന്യാമിൻ ആടുജീവിതം എന്ന കൃതിയിലൂടെ അവതരിപ്പിച്ചത്. പൃഥ്വിരാജ് നായകനായി ഈ കൃതി പിന്നീട് സിനിമയായി. ആരാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്? ഉത്തരം ബ്ലസ്സി. ആറാമത്തെ ചോദ്യം, യുദ്ധഭീകരതയെ തുറന്നു കാട്ടുന്ന ഗോർണിക്ക എന്ന പെയിൻറ്റിംഗ് ലോക പ്രശസ്തമാണ്. ആരാണ് ഈ ചിത്രം വരച്ചത്? ഗോർണിക്ക ചിത്രം വരച്ചത് പിക്കാസോ. അടുത്ത ചോദ്യം, മലയാളികളായ ആരും രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ഭാരതരത്നം നേടിയിട്ടില്ല. രണ്ടാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി പത്മവിഭൂഷൺ ലഭിച്ച ആദ്യ മലയാളി ആരാണ്? വലിയ വാഗ്മിയും കേന്ദ്രമന്ത്രിയും ആയിരുന്നു ഈ മഹാൻ. ആരാണ് ഇദ്ദേഹം എന്നാണ് ചോദ്യം. ഉത്തരം VK കൃഷ്ണമേനോൻ. എട്ടാമത്തെ ചോദ്യം, 12ാം നൂറ്റാണ്ടിൽ ഒറീസയിൽ ജീവിച്ച ജയദേവ കവി രചിച്ച ഗീതാ ഗോവിന്ദം എന്ന സംസ്കൃത കാവ്യം കേരളത്തിൽ വളരെ പ്രശസ്തമാണ്. സോപാന സംഗീതത്തിലും കഥകളിൽ മേളപ്പദത്തിലും ഇതിലെ വരികൾ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ അവതരണത്തിന് രൂപപ്പെട്ട കഥാരൂപത്തിൻ്റെ പേരെന്താണ്? ഉത്തരം അഷ്ടപതിയാട്ടം. അഷ്ടപതി അല്ലെങ്കിൽ അഷ്ടപതിയാട്ടം. അടുത്ത ചോദ്യം, 1896 ആരംഭിച്ച ആധുനിക ഒളിമ്പിക്സ് ചരിത്രത്തിൽ പുരുഷ ഹോക്കിയിൽ ഇന്ത്യ 8 തവണ സ്വർണം നേടിയിട്ടുണ്ട്. എന്നാൽ വ്യക്തിഗത സ്വർണം ആദ്യമായി നമ്മുടെ രാജ്യത്തിനായി നേടുന്നത് അഭിനവ് ബീന്ദ്രയാണ്. ഏത് ഒളിമ്പിക്സിലായിരുന്നു ഈ നേട്ടം? ഉത്തരം 2008 ബീജിംഗ്. 2008 ബീജിംഗ് ഒളിമ്പിക്സിലാണ് അഭിനവ് ബീന്ദ്ര മെഡൽ നേടുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ ഇഡിയം ബ്രേക്ക് എ ലെഗ്? ബ്രേക്ക് എ ലെഗ് എന്നതിൻ്റെ ഇഡിയത്തിൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആൻസർ വരുന്നത് ടു വിഷ് സം വൺ ഗുഡ് ലക്ക്. ടു വിഷ് സം വൺ ഗുഡ് ലക്ക്. അടുത്ത ചോദ്യം, 1610 ഗലീലിയോ കണ്ടെത്തിയ 4 ഉപഗ്രഹങ്ങൾ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നു. ഇവ ഏതു ഗ്രഹത്തിൻ്റെതാണ്? ഇവ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? ഉത്തരം വ്യാഴം. 12ാമത്തെ ചോദ്യം, BC 5ാം നൂറ്റാണ്ട് മുതൽ AD 12ാം നൂറ്റാണ്ട് വരെ പ്രവർത്തിച്ച പ്രാചീന ഇന്ത്യയിലെ ലോകപ്രശസ്തമായ പഠന കേന്ദ്രമായിരുന്നു നളന്ദ സർവകലാശാല. ഈ ചരിത്രസ്മരണ നിലനിർത്താൻ 2014 പുതിയ നളന്ദ യൂണിവേഴ്സിറ്റി ആരംഭിച്ചു. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? നളന്ദ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ബീഹാർ. അടുത്ത ചോദ്യം, മലയാള സാഹിത്യ ചരിത്രത്തിൽ
ഏറെ പ്രാധാന്യമർഹിക്കുന്ന നാടകമാണ് പാട്ടബാക്കി. കാർഷിക മേഖലയിലെ ചൂഷണങ്ങൾ തുറന്നുകാട്ടിയ ഈ നാടകം രചിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. ആരാണ് അദ്ദേഹം? ഉത്തരം കെ ദാമോദരൻ. പാട്ടബാക്കി കെ ദാമോദരൻ. 14ാമത്തെ ചോദ്യം. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് മഹാരാഷ്ട്രയിലെ പനവേൽ അവസാനിക്കുന്ന ദേശീയപാത കേരളത്തെ തെക്ക് വടക്ക് ബന്ധിപ്പിക്കുന്നു. നമ്മുടെ വികസന ചരിത്രത്തിലെ നാഴികക്കല്ലായ ഈ ദേശീയപാതയുടെ നമ്പർ എത്രയാണ്? ആൻസർ ദേശീയപാത 66, NH 66. അടുത്ത ചോദ്യം. GHS അമരപുരം സ്കൂളിൽ ലീഡർ സ്ഥാനത്തേക്ക് സോനുവും ഗോപുവും മത്സരിച്ചു. സോന 62% വോട്ട് നേടി വിജയിച്ചു. സോനുവിൻ്റെ ഭൂരിപക്ഷം 144 വോട്ടുകളായിരുന്നു. എങ്കിൽ എത്ര കുട്ടികൾ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു? ഉത്തരം 600. അടുത്ത ചോദ്യം. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നതാണ് സോനാംബുലിസം എന്ന അവസ്ഥ. എന്നാൽ ഉറക്കം ഇല്ലാത്ത അവസ്ഥ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? പ്രശസ്ത തമിഴ് നടൻ ശ്രീ അജിത് കുമാർ തനിക്ക് ഈ അവസ്ഥ നേരിടുന്നുവെന്ന് ഈയിടെ വെളിപ്പെടുത്തിയിരുന്നു. ഉറക്കം ഇല്ലാത്ത അവസ്ഥ അറിയപ്പെടുന്നത് ഇൻസോമിയം. അടുത്ത ചോദ്യം. 2019-2021 കാലയളവിൽ ആരംഭിച്ച ടെസ്റ്റ് ക്രിക്കറ്റ് ലോക ചാമ്പ്യൻഷിപ്പിൻ്റെ 3ാം എഡിഷൻ 2023-25 കാലയളവിൽ നടന്നു. ആസ്ട്രേലിയയെ പരാജയപ്പെടുത്തി 3ാം ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത് ഏത് രാജ്യമാണ്? ഉത്തരം ദക്ഷിണാഫ്രിക്ക. അടുത്ത ചോദ്യം. ഡു നോട്ട് ഗോ ഔട്ട് ഡാഷ് യു ഗെറ്റ് ലീവ്. ഡു നോട്ട് ഗോ ഔട്ട് അൺലെസ് യു ഗെറ്റ് ലീവ്. അടുത്ത ചോദ്യം. കേരള സർക്കാർ പട്ടികജാതി പിന്നാക്ക വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് വിദേശ രാജ്യങ്ങളിൽ ഉന്നത പഠനത്തിന് സഹായം ലഭ്യമാക്കുന്നുണ്ട്. സർക്കാരിൻ്റെ ഈ ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഉന്നതി. 20ാമത്തെ ചോദ്യം. 1970 ആരംഭിച്ച കേരളത്തിൻ്റെ അഭിമാനമായ പൊതുമേഖലാ സ്ഥാപനമാണ് കെൽട്രോൺ. കേരള ചരിത്രത്തിലെ മഹാനായ ഭരണാധികാരി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ സ്ഥാപനം ആരംഭിച്ചത്. കേരള വികസനത്തിന് വലിയ സംഭാവന നൽകിയ ആ മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം സി അച്യുതമേനോൻ. ടൈ ബ്രേക്കിംഗ് ക്വസ്റ്റ്യൻസ് നോക്കാം. സാറ ജോസഫ് എഴുതിയ അശോക എന്ന നോവൽ ഏത് പുരാണ കഥാപാത്രത്തെയാണ് കേന്ദ്ര കഥാപാത്രമാക്കുന്നത്? ഉത്തരം സീത. 22ാമത്തെ ചോദ്യം. മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളി. മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് PJ ആൻ്റണി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. താഴെ പറയുന്നവയിൽ രാസബന്ധനത്തിൽ ഏർപ്പെടാത്ത മൂലകം ഏതാണ്? രാസബന്ധത്തിൽ ഏർപ്പെടാത്ത മൂലകം നിയോൺ. കേരളത്തിൽ MLA ആയ ആദ്യ IAS ആരാണ്? കേരളത്തിൽ MLA ആയ ആദ്യ IAS അൽഫോൺസ് കണ്ണന്താനം. കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ ബായ്.